സോ ഹേ ഗായ്സ് ഇറ്റ്സ് മീ മിസ്റ്റർ സ്പൈഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ കൂട്ടത്തിലെ നബീൻ്റെ വീട്ടിൽ ഈദ് മുബാറക്ക് ആഘോഷിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെ ഉമ്മാരെല്ലാം ഒരുത്തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഒരുത്തൻ്റെ കുളിച്ച് വരണതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവിടെയാണ് ഇന്നത്തെ ഫുഡ്. നല്ല ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കുറേ നാളത്തിന് ശേഷം രുചിയായിട്ടുള്ള ഫുഡ് തിന്നാൻ പോവുകയാണ്. ഇവിടെ ഹോസ്റ്റൽ ഫുഡ് ഇത്തിരി ഷോക്കായി എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. നല്ല നമ്മളോട് ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യം നല്ലത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് ഫുഡിൻ്റെ ഇതും കാര്യങ്ങളും ചെറിയൊരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് നേരെ നവീൻ്റെ വീട്ടിലോട്ട്. വരണ വഴിക്ക് ബാറ്റേന്ന് നമ്മൾ അർജുനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ഈ അർജുനും നവീനും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവനെയും കൂടെ പിക്ക് ചെയ്തോണം. അവനെന്നാ മതിയില്ലത്. ഈ മുടികളെത്തിയ ഭീകരനാണ് അർജുൻ. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് അവൻ്റെ കൂടെ വർക്ക് ചെയ്യണ പയ്യനാണ്. ഞാൻ ഒരുങ്ങി കെട്ടിയിട്ടൊക്കെ അവൻ വരുള്ളൂ. നിന്റെ വീട്ടിലോട്ടല്ലടാ പോണം, നിന്നെ ഒരുങ്ങി കെട്ടിയിട്ടൊക്കെ വരുള്ളൂ. നീ ഒരു മീശയും ഷേവ് ചെയ്തിട്ട് കാണിക്കണ പോലെയുണ്ട് ഇവിടെ. പോയിട്ട് രണ്ടാ ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് വഴി മാറിപ്പോയി ഗൈസ്. നമുക്കിനി താഴെ എത്തിയിട്ട് ബാക്കി എടുക്കാം. ഓക്കെ, അവസാനമായിട്ട് ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ തുടങ്ങിയിട്ടുണ്ട് ഫണ്ട്. ഇനി വീട്ടിൽ കയറി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയാവാം. ആദ്യം ഫുഡ് ഏത്? അപ്പൊ അവന് വെള്ളം മാത്രം കൊടുത്താ? ലല്ലുവിനും ഫുഡ് വേണ്ടെന്ന് പറയണേ. ആക്ച്വലി മതി. എന്താ ലല്ലു ഫുഡ് വേണ്ടെന്ന്? അവനും കുറച്ചധികം പറഞ്ഞു. എനിക്ക് ശരിക്കും ഉണ്ട് കേട്ടാ, അവനും ശരിക്കും ഉണ്ട്. ഒന്നും ശരിയാവില്ല, ഒരു നേരം തിന്നാൻ പറ്റുള്ളൂ. കഴിയില്ലേ? ബിരിയാണി തിന്നു കഴിഞ്ഞതിന് ശേഷം ഇത് വത്തക്ക വന്നിട്ടുണ്ട്. നമ്മളടുത്ത് തണ്ണിമത്തൻ, ചക്കരമത്ത അല്ലെങ്കിൽ ചക്കരമുത്ത്. കഴിച്ചിട്ടാണ് ഇനി അത് കഴിക്കാൻ വന്നതേ വന്നു. എന്തിനാടാ പാഴ്സലും കൂടെ വാങ്ങിച്ചോണ്ട് പോണത് വീട്ടിൽ? അതേ പാഴ്സലും മേടിച്ചോണ്ട് പോണേ. അവിടുത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി നേരെ റൂമിലോട്ട് പോയിട്ട് കൺക്ലൂഷനും കൂടെ എടുത്ത് നമുക്ക് ഇവിടെ വണ്ടി എടുക്കാനായിട്ട് അടിയാവുന്നതായിരിക്കും. ബാക്കി കൺക്ലൂഷൻ നമുക്ക് വീട്ടിൽ പോയിട്ട് എടുക്കാം. പറമ്പെന്തേ? അപ്പൊ നമ്മുടെ ഫുഡടിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി അപ്പൊ ആ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഷോപ്പിലൊന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് കഴിച്ചൊരു എക്സ്പീരിയൻസ്? അങ്ങനെയല്ല, നമ്മൾ വന്ന് കഴിച്ച എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു. കുറെ നാളത്തിന് ശേഷം നല്ല ഫുഡ് കഴിച്ചത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ഇട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.